അതൊരു 10 വയസ്സുകാരിയോട് ഒരു കാരണവശാലും ഒരു സാധാരണക്കാരൻ ചോദിക്കാത്തൊരു കാര്യങ്ങൾ ഈ കൗൺസിലർമാർ എന്ന പേരിൽ ചോദിക്കുകയാണ്. 2 വിഷയങ്ങളാണ്. ഒന്ന് പോലീസിൻ്റെ RSS വൽക്കരണം, 2 പോക്സോ കേസുകൾ. ഞാൻ അന്ന് ഔട്ട് ബോക്സിൽ പറഞ്ഞ 2 കാര്യങ്ങളാണ്. ഈ 2 വിഷയം അത് പിണറായി വിജയൻ സർക്കാരിൻ്റെയും CPMൻ്റെയും പോളിസിയുടെ ഭാഗമായി തന്നെ നടക്കുന്നതാണ്. അത് എന്തെങ്കിലും ഒരു അബറേഷനല്ല, ഒരു വീഴ്ച സംഭവിക്കുന്നതല്ല. ഒരു സർക്കാരിന് പറ്റുന്ന നടപടിക്രമങ്ങളിൽ വരുന്ന ഒരു വീഴ്ചയോ അല്ലെങ്കിൽ ഒരു കാര്യം എക്സിക്യൂട്ടീവ് ഉണ്ടാകുന്ന വീഴ്ചയോ അല്ലെങ്കിൽ അശ്രദ്ധയോ ജാഗ്രതക്കുറവോ മറവിയോ ഒന്നുമല്ല. അത് ഈ സർക്കാർ ബോധപൂർവം ചെയ്യുന്ന 2 കാര്യങ്ങളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഒരു കാര്യം ഇപ്പോൾ പോക്സോ കേസുകളായിരുന്നു തന്നെ എടുക്കുക. ഇപ്പോൾ ഈ കോടതി വിധിയിൽ ഈ കോടതി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പെർട്ടിനൻ്റായിട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അത് ഒന്നാമത്തെ കാര്യം, എങ്ങനെയാണ് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി പോലീസും സർക്കാർ സംവിധാനവും ശ്രമിച്ചത് എന്നുള്ളതിൻ്റെ ഒരു ബ്ലൂ പ്രിൻ്റാണ് ഈ ജഡ്ജ്മെൻറ്റ്. അത് ഒന്ന്, കൗൺസിലർമാർ ഈ കുട്ടിയെ സമീപിച്ച് ചോദിച്ച ചോദ്യങ്ങൾ തന്നെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു 10 വയസ്സുകാരിയോട് ഒരു കാരണവശാലും ഒരു സാധാരണക്കാരൻ ചോദിക്കാത്തൊരു കാര്യങ്ങൾ ഈ കൗൺസിലർമാർ എന്ന പേരിൽ ചോദിക്കുകയാണ്. ചോദിക്കുന്നത് അശ്ലീലമാണ്, ശിശുവിരുദ്ധമാണ്, മനുഷ്യത്വ വിരുദ്ധമായ കാര്യങ്ങളാണ് കോടതി അതിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പറയുന്ന ജഡ്ജ്മെൻറ്റിൽ കോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതെനിക്ക് വായിക്കാൻ പോലും തോന്നുന്നില്ല, അത് ഉദ്ധരിക്കാൻ പോലും പറ്റില്ല. അശ്ലീലമായ ചോദ്യങ്ങൾ ഒരു 10 വയസ്സുകാരോട് ചോദിക്കുകയാണ്. അത് പോട്ടെ, ഒരു തരത്തിലും ഈ കുട്ടിയുടെ പരാതിയുമായി അല്ലെങ്കിൽ ഇരയുടെ പരാതിയുമായി ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് കൗൺസിലർമാർ ചെയ്യുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം, ഈ പരാതി ഉണ്ടാവാൻ കാരണം, ഞാൻ പൗരത്വ നിയമത്തെക്കുറിച്ച് മുമ്പ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിനെതിരെ പേരൻസിൻ്റെ ഭാഗത്ത് നിന്ന് എതിർപ്പ് ഉയർന്നിരുന്നു. അങ്ങനെ എതിർപ്പ് ഉയർത്തിയ ഒരാളാണ് ഈ കുട്ടിയുടെ പേരൻറ്റും. അതിൻ്റെ ഭാഗമായിട്ടുള്ള രാഷ്ട്രീയ പക കൊണ്ടാണ് ഈ പരാതി കള്ളപ്പരാതിയാണ് എന്നൊരു വാദം ഈ പ്രതിക്കുണ്ടായിരുന്നു, അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ പ്രതിയുടെ വാദം മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് കൗൺസിലർ ചോദിക്കുന്ന ചോദ്യം, പൗരത്വ നിയമത്തെക്കുറിച്ച് കുട്ടി എപ്പോഴാണ് അറിഞ്ഞത്? ഒരു 10 വയസ്സുകാരോടാണ് ചോദിക്കുന്നത്. പൗരത്വ നിയമം എന്താണെന്ന് പോലും ആ കുട്ടിക്ക് അറിയുന്നുണ്ടാവില്ല, അതിൻ്റെ ഇംപ്ലിക്കേഷനോ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷനോ അറിയുന്നുണ്ടാവില്ല. ആ കുട്ടിയോട് ചോദിക്കുകയാണ്. അതായത് ആ കുട്ടി എന്ത് മറുപടി പറഞ്ഞാലും അത് ആ കുട്ടിക്കെതിരെ ഉപയോഗിക്കാൻ, ഇരയ്ക്കെതിരെ ഉപയോഗിക്കാൻ വേണ്ടിയാണ് കൗൺസിലർമാർ ചോദിക്കുന്നത്. കാരണം വേറൊരു നറേറ്റീവ് ഈ കൗൺസിലർമാർ തന്നെ സൃഷ്ടിക്കുകയാണ്. എന്താണ്, ഈ കുട്ടി നിരന്തരം നുണ പറയുന്ന ആളാണെന്നും ഭാവനയിൽ കാര്യങ്ങൾ പറയുന്ന ആളാണെന്നും വരുത്തി തീർക്കുക എന്നുള്ളതായിരുന്നു ഈ കൗൺസിലർമാരുടെ ലക്ഷ്യമെന്ന് കോടതി വളരെ കൃത്യമായിട്ട് അതിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്.